ഹായ്, എല്ലാവർക്കും സൗമ്യ സുനിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്ക് ആണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം ഞാനിതിപ്പോ ഒരു മൂന്ന് ചെറുപഴം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിനകത്തോട്ട് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ച് ഇട്ട് കൊടുക്കാം. പഴം നല്ലതുപോലെ സ്മാഷ് ആയിട്ടുണ്ട്. അല്ല അധികം ആവണമെന്നില്ല, കുറച്ച് ഒരു കടിക്കാൻ ചെറിയ ചെറിയ പീസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് ബട്ടറിന്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായി. ഇനി അടുത്തായി നമുക്ക് മൈദ, ഇത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദ ഞാൻ അരിച്ചു വെച്ചതാണ്. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഏകദേശം 1 സ്പൂണ്, ഇതിനകത്തോട്ട് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് പാലോളം വേണ്ടി വരും. ഇങ്ങനെ ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ മൈദ ഉപയോഗിച്ചത്, മൈദക്ക് പകരമാണെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാൻ. ഇപ്പോൾ കളറ് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാകും, കുറച്ച് ബ്രൗൺ കളർ പോലെയാണ് കേക്ക്. ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം 1/2 കപ്പ് പാൽ തന്നെ വേണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് കുറച്ച് എൻ്റെ അടുത്ത് സ്ട്രോബെറി ആയിട്ട് അപ്പോൾ സ്ട്രോബെറിൻ്റെ എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിത് കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിന്. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ബട്ടർ പേപ്പർ വെക്കാം. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫുള്ള് ബാറ്ററും ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ തട്ടി കൊടുക്കാം. ബബിൾസ് എന്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് മുകളിൽ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനൊരു ഈ പാത്രം ഒരു 5 മിനിറ്റ് നേരമായിട്ട് ചൂടാവാൻ വെച്ചിന്, പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ ഇത് ഏകദേശം ഒരു നല്ല ചൂട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ എടുത്തിട്ട് വെക്കാം. അത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് സിമ്മിലാക്കിയിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 45 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ 45 മിനിറ്റായി ഏകദേശം അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. കേക്ക് നല്ല വൃത്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് തണുത്തിട്ടതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിന്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.